ഓം ശാന്തി. 13-11-69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ്ദാദയുടെ പ്രതീക്ഷകളെക്കുറിച്ചായിരുന്നു ബാബ്ദാദ അന്ന് ഉച്ചരിച്ചിട്ടുള്ളത്. ജ്ഞാനം കേൾക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ മനനം ചെയ്ത് നമ്മുടെ ബുദ്ധിയിൽ ധാരണ ചെയ്താലേ നല്ല ക്വാളിറ്റി സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബാബ അന്ന് നമ്മളോട് ഉപദേശിച്ചിരുന്നത്. മഹീനതാ മേ ജാനേ കെ ബജായ് ഉസ് ബാത്ത് കോ മോട്ടേ രൂപമേ ദേഖ്തേ. അപ്പം ബാബ പറയുന്നത് മഹീനതയിലേക്ക് പോകാത്തത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ പരിശ്രമം തോന്നുന്നത്. മഹീനതയിൽ പോകുന്നതിന് പകരം ആ കാര്യത്തിനെ ബാഹ്യമായ രൂപത്തിൽ നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ കാണുകയാണ്. അതിൻ്റെ അഗാധങ്ങളിലേക്ക് അഥവാ ആഴങ്ങളിലേക്ക് പോകാതെ, അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പുറമേ മാത്രമേ ബാബയുടെ ജ്ഞാനത്തിൻ്റെ അത് മനസ്സിലാക്കുന്നുള്ളൂ, അർത്ഥം മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. സർവീസ് കെ സമയ ഭി മഹീൻ ബുദ്ധി ഹോ ज्ञान की महीनता में जाकर उनको सुनाएं और उस ज्ञान की महीनता में ले जाएं तो उनको भी मेहनत कम लगे और अपने को भी कम लगे. സേവനം ചെയ്യുന്ന സമയത്തും ബുദ്ധിയെ മഹീനമാക്കി, അതായത് ജ്ഞാനത്തിൻ്റെ മഹീനതയിലേക്ക് പോയിട്ട് ആ ജ്ഞാനം കേൾപ്പിക്കുമ്പോൾ അവരെയും, ആർക്കാണോ ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കുന്നത് അവരെയും മഹീനതയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കും മനസ്സിലാക്കുന്നതിന് പ്രയാസം ഉണ്ടാകുകയില്ല. അതേപോലെ പറഞ്ഞു കൊടുക്കുന്നവർക്കും അത് വളരെ എളുപ്പമായി തോന്നും. അതുകൊണ്ടാണ് ബാബ ജ്ഞാനത്തിൻ്റെ മഹീനതയിലേക്ക് പോകുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇസ് മഹീനത കി ഹി കമി ഹെ. ഇപ്പോൾ ഇതാണ് കുറവ്. കുട്ടികൾ ജ്ഞാനം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അതിനെ മഹീനമായിട്ട് സൂക്ഷ്മ രീതിയിൽ അത് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ കുറവാണിപ്പോഴുള്ളത് എന്ന് ബാബു പറയാണ്. അബ് യഹി പുരുഷാർത്ഥ കർണ ഹെ. ഇപ്പോൾ ചെയ്യേണ്ട പുരുഷാർത്ഥം ഇത് തന്നെയാണ്. ശാരീരിക് ശക്തി ഭി കബ് ആത്തി ഹെ. ബാബ ചോദിക്കുകയാണ്, ശാരീരിക ശക്തി എപ്പോഴാണ് വരുന്നത്? जब भोजन महीन रूप से खाओ तो उस भोजन की शक्ति बनती है. ആഹാരവും വളരെ മഹീൻ രൂപത്തിൽ കഴിക്കുക, അതായത് നമ്മളത് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് ആ ഭോജനത്തിൻ്റെയും ശക്തി വരുന്നത്. ഭോജൻ കാ മഹീൻ രൂപ് ക്യാ ബൻതാ ഹെ. കഴിക്കുന്ന ഭോജനത്തിൻ്റെ മഹീനായിട്ടുള്ള രൂപം അതെന്താണാകുന്നത്? ഖൂൻ, അതായത് രക്തം. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് അത് രക്തമായി മാറുമ്പോഴാണ് ശരീരത്തിന് ശക്തി ഉണ്ടാവുന്നത്. ജബ് ഖൂൻ ബൻ ജാത്താ ഹെ തബ് ശക്തി ആ ജാത്തി ഹെ. എപ്പോഴാണോ രക്തമായി തീരുന്നത് അപ്പോഴാണ് ശക്തി വരുന്നത്. तो अब सिर्फ बाहर के ऊपर के रूप को न देखते हुए अंदर जाने की कोशिश करो. അപ്പോൾ ബാഹ്യരൂപത്തിൽ അല്ലെങ്കിൽ മുകളിലുള്ള രൂപത്തെ കാണാതെ ആന്തരികമായി പോകുന്നതിനുള്ള, അകത്തേക്ക് ആഴ്ന്നിറങ്ങുന്നതിനുള്ള പരിശ്രമം ചെയ്യൂ. ബാബ തരുന്ന ജ്ഞാനത്തിൻ്റെ അർത്ഥം അതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം എടുക്കാതെ അതിൻ്റെ ആന്തരികമായിട്ട് ബാബ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുട്ടികൾ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് ബാബ പറയുകയാണ്. जितना हर बात में अंदर जाएंगे तब रतन देखने में आएंगे और हर एक बात की वैल्यू का पता पड़ेगा. എത്രമാത്രം ഓരോ കാര്യങ്ങളുടെയും ആഴത്തിലേക്ക് പോകുന്നു അപ്പോൾ രത്നങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും വാല്യൂ എന്താണ് എന്ന് മനസ്സിലാകും. ബാബ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജ്ഞാനരത്നങ്ങളുടെയും ശരിക്കുള്ള വാല്യൂ അഥവാ വില മനസ്സിലാകണമെങ്കിൽ ബാബ പറയുകയാണ്, നമ്മൾ ഓരോ കാര്യത്തിൻ്റെയും ഓരോ ശബ്ദത്തിൻ്റെയും ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യണം.
ആഴങ്ങളിലേക്ക് പോകും തോറും നമുക്ക് വിലപിടിപ്പുള്ള രത്നങ്ങൾ കിട്ടും. അങ്ങനെ ബാബ തരുന്ന ജ്ഞാനരത്നങ്ങളുടെ വില എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. जितना ज्ञान की वैल्यू सर्विस की वैल्यू का मालूम होगा उतना आप വാല്യുബിൾ രത്തൻ ബനേഗ. അപ്പോൾ എത്രമാത്രം ജ്ഞാനത്തിൻ്റെ വാല്യൂ, എത്രമാത്രമാണ് ചെയ്യുന്ന സേവനത്തിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ വാല്യുബിൾ രത്നമാകും. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ബാബ തന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനരത്നങ്ങളുടെ വിലയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിൻ്റെ വിലയും ശരിയായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ വാല്യുബിളായിത്തീരുകയുള്ളൂ, നമ്മൾ വിലമതിക്കുന്ന രത്നങ്ങളായിത്തീരുകയുള്ളൂ. അതാണ് ബാബ പറയുന്നത്, വാല്യുബിളാകുന്നതിന് വാല്യുവിനെ മനസ്സിലാക്കൂ. ज्ञान रत्नों की वैल्यू कम करते हो तो खुद भी वैल्यूबल नहीं बन सकते. ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനരത്നങ്ങളുടെ വാല്യുവിനെ കുറയ്ക്കുമ്പോൾ സ്വയവും വാല്യുബിളാകുന്നില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും വാല്യുബിളായിത്തീരുന്നതിൻ്റെ ആധാരം ബാബ തന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ വിലയാണ്, വാല്യുവാണ്. അതിന് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം വിലയാണ് കൽപ്പിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതവും വിലപ്പെട്ടതായിത്തീരുകയാണ്. एक एक रतन की वाल्यू को परखने की कोशिश करो. ഓരോരോ രത്നത്തിൻ്റെയും വാല്യുവിനെ തിരിച്ചറിയുന്നതിന് പരിശ്രമിക്കൂ. ആപ്പ് ബാബ്ദാദാക്ക് വാല്യുബിൾ രത്തൻ ഹോൻ. നിങ്ങൾ ബാബ്ദാദയുടെ വിലപ്പെട്ട രത്നങ്ങളാണല്ലോ. വാല്യുബിൾ രത്നക്കോ ക്യാ കിയാ ജാത്ത ഹൈ. വാല്യുബിളായിട്ടുള്ള രത്നത്തെ എന്താണ് ചെയ്യുന്നത്? അവിടെ ഇരുന്നവർ പറഞ്ഞു, ചിപ്പാക്കർ രഖന ഹോത്ത ഹൈ. മറച്ചു വെക്കേണ്ടി വരുന്നു, അത് ഒളിച്ചു വെക്കേണ്ടി വരുന്നു, കാരണം അത്രയും വിലപ്പെട്ട രത്നമാണ്. അതുകൊണ്ട് ബാബ്ദാദാക്ക് ജോ വാല്യുബിൾ രത്തൻ ഹെ ഉनको ബാബ്ദാദ ചിപ്പാക്കർ രഖ്തേ ഹെ. ബാബ്ദാദയുടെയും വാല്യുബിൾ രത്നങ്ങളെ ബാബ ഒളിച്ചു വയ്ക്കുകയാണ്, മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. മായാസെ ചിപ്പാത്തേ ഹെ. ബാബ മായയുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നു, ഒളിച്ചു വയ്ക്കുന്നു. അതായത് മായ കൊണ്ടുപോകാതിരിക്കാൻ, മായ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, മായയുടെ ആക്രമണത്തിൽ കുട്ടികൾ അധീനമാകാതിരിക്കാൻ വേണ്ടി ബാബ എപ്പോഴും ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ബാബയുടെ പ്രിയപ്പെട്ട രത്നങ്ങളെ, വാല്യുബിൾ രത്നങ്ങളെ. മായാസെ ചിപ്പാക്കർ ഫിർ കഹാ രഖ്തേ ഹെ. മായയിൽ നിന്ന് ഒളിച്ച് ബാബ പിന്നെ അത് എവിടെയാണ് വയ്ക്കുന്നത്? ഈ രത്നങ്ങൾക്ക് സ്ഥാനം എവിടെയാണ് കൊടുക്കുന്നത്? जितना जितना जो अमूल्य रत्न होंगे उतना उतना बापदादा के दिल तख्त पर निवास करेंगे. എത്രമാത്രം അമൂല്യ രത്നങ്ങളാണോ അത്രയും ബാബ്ദാദയുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ നിവസിക്കും. ബാബ വിലപ്പെട്ട രത്നങ്ങൾക്ക് ബാബയുടെ ഹൃദയമാകുന്ന സിംഹാസനം തന്നെയാണ് സ്ഥാനമായി കൊടുക്കുന്നത്. ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ അവർക്ക് സ്ഥാനം കിട്ടും. जब दिल तख्तनशीन बनेंगे तब राज्य के तख्तनशीन बनेंगे. എപ്പോഴാണോ ഹൃദയ സിംഹാസനസ്ഥരാകുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെയും സിംഹാസനസ്ഥരാകും. ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും അവകാശിയായിത്തീരും. തോ സംഗമയുഗ കോൻസാ തഖ്ത് ഹെ. അപ്പോൾ സംഗമയുഗത്തിലെ ഏത് സിംഹാസനമാണ്? സംഗമയുഗത്തിൽ ഏത് സിംഹാസനത്തിൽ നമുക്കിരിക്കുന്നതിനുള്ള യോഗ്യത വരികയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് രാജ്യസിംഹാസനം കിട്ടും. അപ്പോൾ അതേത് സിംഹാസനമാണ് സംഗമത്തിൽ നമുക്ക് കിട്ടുന്നത്? തഖ്ത് ഹേ വ ബഗർ ഹോ. ബാബ ചോദിക്കുകയാണ്, സിംഹാസനം ഉണ്ടോ അതോ നിങ്ങൾ വെറും ബഗറാണോ, ഒന്നുമില്ലാത്തവരാണോ? സംഗമയുഗ പർ കോൻസാ തഖ്ത് മിൽത്താ ഹെ. സംഗമയുഗത്തിൽ ഏത് സിംഹാസനമാണ് കിട്ടുന്നത്? ബാബ്ദാദാ കെ ദിൽ കാ തഖ്ത്. ബാബ്ദാദയുടെ ഹൃദയമാകുന്ന സിംഹാസനം. യഹ് സാരേ ജഹാൻ കെ തഖ്തോം സെ ശ്രേഷ്ഠ ഹെ. ഇത് മുഴുവൻ ലോകത്തുള്ള സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കിത്തനാ ഭി ബഡാ തഖ്ത് സത്യുഗ് മേ മിലെ
ലേക്കിൻ ഇസ് തഖ്ത് കെ ആകെ വഹി ക്യാ ഹെ. എത്ര വലിയ സിംഹാസനം സത്യയുഗത്തിൽ കിട്ടിയിരുന്നാലും ഈ സിംഹാസനത്തിൻ്റെ മുന്നിൽ അതെന്താണ്? ഇസ് തഖ്ത് പർ രഹനെ സെ മായ കുച്ച് നഹി കർ സക്തി. ഈ സിംഹാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ മായയ്ക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇസ് പർ ഉത്തർന ചടന നഹി പടേഗ. ഇതിൽ ഇരിക്കുകയോ ഇറങ്ങുകയോ ചെയ്യേണ്ടി വരികയില്ല. ഇസ് പർ രഹനെ സെ മായ കെ സർവ ബന്ധനോം സെ മുക്തി രഹേങ്കി. ഈ സിംഹാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ മായയുടെ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാകും. ഇവിടെ ബാബ സംഗമയുഗത്തിൽ വിലപ്പെട്ട രത്നങ്ങളാകുന്ന നമ്മളെ എവിടെയാണ് ഇരുത്തുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ സിംഹാസനമായ ബാബയുടെ ഹൃദയത്തിൽ തന്നെയാണ് നമുക്ക് സ്ഥാനം തന്നിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ വിലപ്പെട്ടതാകുന്നു അതിനനുസരിച്ച് ബാബയുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടുകയാണ്. ഈ ഹൃദയസിംഹാസനത്തിൽ ആരാണോ ഇരിക്കുന്നത് അവർ തീർച്ചയായിട്ടും സത്യയുഗി രാജ്യസിംഹാസനത്തിൻ്റെയും അവകാശികളാവും. പക്ഷേ ബാബ ഓർമ്മിപ്പിക്കുകയാണ്, സത്യയുഗി സിംഹാസനം നിങ്ങൾക്കിനി എത്ര വലുത് കിട്ടിയിരുന്നാലും ഈ സമയത്ത് സംഗമത്തിൽ ഭഗവാന്റെ, അതായത് ബാബയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഹാസനത്തിൻ്റെ മുന്നിൽ ആ സിംഹാസനം ഒന്നുമല്ല. ഇവിടെ നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണെങ്കിൽ മായയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ബാബ തന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനരത്നങ്ങളെക്കുറിച്ച് നമ്മൾ ആഴങ്ങളിലേക്ക് ചിന്തിച്ച് നമ്മൾ വിലപ്പെട്ടവരായിത്തീരണം. ജ്ഞാനത്തെ മനസ്സിലാക്കുമ്പോൾ, ജ്ഞാനത്തിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ വാല്യുബിൾ രത്നങ്ങളായിത്തീരുകയുള്ളൂ. അപ്പോഴേ നമ്മൾ ബാബയുടെയും വില മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയായി തീരാം. ആ ഒരു സങ്കല്പത്തിൽ നമുക്ക് ഈ മുരളി കേൾക്കാം. അങ്ങനെ ഈ മുരളി ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഓം ശാന്തി. ഓം ശാന്തി. 17/11/69 അവ്യക്ത് ബാബ്ദാദ. മുരളിയുടെ സാരം, ഫർഷ് സെ അർശ് പർ ജാനെ കി യുക്തിയ. ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് പോകുന്നതിനുള്ള യുക്തികൾ. യഹാം ഭട്ടി മേ കിസ് ലിയെ ആയേ ഹോ. ഇവിടെ ഭട്ടിയിൽ എന്തിനു വേണ്ടിയാണ് വന്നത്? ദേഹ് മേ രഹത്തെ വിദേഹി ഹോ രഹനെ കെ അഭ്യാസ് കെ ലിയെ. ദേഹത്തിൽ ഇരുന്നു കൊണ്ടും വിദേഹിയായിട്ടിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഭട്ടിയിൽ വന്നിരിക്കുന്നത് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ജബ് സെ യഹാം പാവ് രക്തേ ഹോ തബ് സേ ഹി യഹ് സ്ഥിതി ഹോനി ചാഹിയെ. എപ്പോഴാണോ നിങ്ങളിവിടെ കാലുവെച്ചത് അപ്പോൾ മുതൽ തന്നെ നിങ്ങളുടെ ഈ സ്ഥിതി വരേണ്ടതാണ്. അതായത് ദേഹത്തിലിരുന്നു കൊണ്ടും വിദേഹിയായിട്ടിരിക്കുന്നതിനുള്ള അഭ്യാസം എപ്പോഴാണോ മധുവൻ പവിത്ര ഭൂമിയിൽ നമ്മൾ കാലുവെച്ചത് ആ സമയം മുതൽ ആ സ്ഥിതി നമുക്ക് വരേണ്ടതാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ജോ ലക്ഷ്യ രഖാ ജാത്താ ഹൈ ഉസ്കോ പൂർണ്ണ കർണേ കെ ലിയെ അഭ്യാസ് ഔർ അറ്റൻഷൻ ചാഹിയെ. ഏത് ലക്ഷ്യമാണോ വയ്ക്കുന്നത് അത് പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അഭ്യാസവും അറ്റൻഷനും വേണം. നമ്മളൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയാകണമെങ്കിൽ അതിന് ശ്രദ്ധയും കൊടുക്കണം, അഭ്യസിക്കുകയും വേണം നിരന്തരം. ബാബ്ദാദ ഹർ ഏക് കോ നയി ബാത്ത് കെ ലിയെ ബുലാത്തെ. ബാബ്ദാദ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരുത്തരെയും മധുവനിലേക്ക് ക്ഷണിക്കുന്നത്. അധർ കുമാരോं को विशेष इसलिए बुलाया है, पहले तो अपना जो गृहस्थ व्यवहार बनाया है उसमें जो उल्टी सीढ़ी चढ़ी है उस उल्टी सीढ़ी से नीचे उतरने के लिए बुलाया है. അധർ കുമാരന്മാരെ, പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരെ വിശേഷിച്ചും ബാബ ഇതിനാണ് വിളിപ്പിച്ചത്. ആദ്യം നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരം ഉണ്ടാക്കിയല്ലോ, അതിൽ
വിപരീതമായിട്ടുള്ള സ്റ്റെപ്പാണ് കയറിയത്. ആ വിപരീതമായ ചുവടുകളെ അല്ലെങ്കിൽ ഏണിപ്പടിയിൽ നിന്ന് താഴോട്ടിറക്കുന്നതിന് വേണ്ടിയാണ് വിളിപ്പിച്ചത്. അതായത് ബാബ ഗൃഹസ്ഥത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ദേഹത്തിൻ്റെ ബോധത്തിൽ ഒന്നുകൂടി ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാബ അതിന് വിപരീതമായിട്ടുള്ള ഏണിപ്പടി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ തലതിരിഞ്ഞ ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നേരായ രീതിയിലുള്ള ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി ബാബ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞവരെ പ്രത്യേകിച്ചും ബാബ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. और उल्टी सीढ़ी चढ़ी है, उस उल्टी सीढ़ी से नीचे उतारने के लिए बुलाया है और उल्टी सीढ़ी से उतार कर फिर किस में चढ़ना है. അപ്പോൾ വിപരീതമായിട്ടുള്ള ഏണിപ്പടിയിൽ കയറി ഇനി അതിൽ നിന്നും ബാബ ഇറക്കുകയാണ്. ഇനി ഏതിലോട്ടാണ് നിങ്ങൾ കയറേണ്ടത്? അതായത് നമുക്ക് ഉയർച്ച ഉണ്ടാകണമല്ലോ. അപ്പോൾ ആ ഉയർച്ചയ്ക്ക് ഇനി ഏത് ചുവടുകളാണ് വയ്ക്കേണ്ടത്, ഏത് ഏണിപ്പടിയാണ് കയറേണ്ടത് എന്ന് ബാബ ചോദിക്കുകയാണ്. അർശ് സേ ഫർശ് പർ ഫിർ ഫർശ് സേ അർശ് പർ. അപ്പം ബാബ പറയാണ്, ആദ്യമേ ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് പോവുകയാണ്, പിന്നെ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വരികയാണ് എന്ന് ബാബ പറയാണ്. അർശ് സേ ഫർശ് പർ ഫിർ ഫർശ് സേ അർശ് പർ. അതായത് മുകളിൽ നിന്നും താഴേക്കും പിന്നെ താഴെ നിന്ന് മുകളിലേക്കും. അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തിലേക്ക് ഉയർന്ന അവസ്ഥയിലേക്ക് പോകണം എന്ന് ബാബ പറയുകയാണ്. ഉൽട്ടി സീഡി കാ കുച്ച് ന കുച്ച് ജോ ജ്ഞാൻ രഹता है उस ज्ञान से अज्ञानी बनाने के लिए और जो सत्य ज्ञान है उनकी पहचान देकर ज्ञान स्वरूप बनाने के लिए बुलाया है. പ്രത്യേകിച്ച് ഗൃഹസ്ഥികൾ കയറിയിരിക്കുന്ന വിപരീതമായിട്ടുള്ള ഏണിപ്പടിയുടെ ഏതൊക്കെയാണോ അറിവ് കുറച്ചൊക്കെ ഇനി ബുദ്ധിയിലുള്ളത്, ആ അറിവ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും സത്യമായ ജ്ഞാനത്തിൻ്റെ തിരിച്ചറിവ് തന്ന് പൂർണ്ണമായിട്ടും ജ്ഞാനസ്വരൂപം ആക്കുന്നതിന് വേണ്ടിയുമാണ് ബാബ നിങ്ങളെ വിളിപ്പിച്ചത് എന്ന് ബാബ പറയുകയാണ്. അതായത് കുടുംബസ്ഥർ, ഗൃഹസ്ഥികൾ അവർ കയറിയിരിക്കുന്ന ഏണിപ്പടി, അതിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അറിവുകൾ ഇപ്പോഴും ബുദ്ധിയിലുണ്ട്. അപ്പം ബാബ ആ അറിവ് അല്ല ശരിയെന്നും ശരിയായിട്ടുള്ള അറിവ് കുട്ടികൾക്ക് കൊടുത്ത് അവരെ ജ്ഞാനസ്വരൂപമാക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ബാബ അധർ കുമാരന്മാരെ വിളിപ്പിച്ചത് മധുബനിലേക്ക് എന്ന് പറയുകയാണ്. പഹലെ ഉത്തർന ഹേ ഫിർ ചढ़ना है. ആദ്യം താഴോട്ട് വരികയാണ്. അതായത് കയറിപ്പോയ ഏണിപ്പടി ഗൃഹസ്ഥത്തിൻ്റെ, അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങുക, പിന്നെ നമ്മൾ കയറുകയാണ് വേണ്ടത്. ജ്ഞാനമനുസരിച്ച് ബാബ പറയുന്നതിനനുസരിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന കയറ്റമാണ് ഉയർച്ച. ജബ് തക്ക് പൂരെ ഉത്തരേ നഹീ ഹേ തോ ചढ़ ഭി നഹീ സക്തേ. എപ്പോൾ വരെ പൂർണ്ണമായിട്ടും താഴോട്ട് ഇറങ്ങിയിട്ടില്ലയോ അപ്പോൾ പിന്നെ മുകളോട്ട് ഉയരാനും കഴിയുകയില്ലല്ലോ. അതായത് ഗൃഹസ്ഥിയുടെ ഒരു ഭാരത്തിൽ നിന്നും അല്ല എങ്കിൽ ആ ഒരു അറിവിൽ നിന്നും പൂർണ്ണമായിട്ടും ബുദ്ധി കാലിയാകുന്നില്ല എങ്കിൽ ബാബ കേൾപ്പിക്കുന്ന ജ്ഞാനം ബുദ്ധിയിലുണ്ടാകുകയില്ല, അങ്ങനെ ഉയർച്ച ഉണ്ടാകുകയില്ല. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ കയറിയിരിക്കുന്ന ഏണിപ്പടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ താഴോട്ട് ഇറങ്ങണം, എന്നാലേ ഈ ജ്ഞാനത്തിലൂടെ ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. സഭി ബാത്തോ മേ अपने को उतारने के लिए तैयार हो. എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വയം തന്നെ താഴോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? കിത്തനി ബേഡി സീഡി സേ ഉത്തർന ഹെ. എത്ര വലിയ ഏണിപ്പടിയിൽ നിന്നാണ് താഴോട്ട് ഇറങ്ങേണ്ടത്? ഉൽട്ടി സീഡി കിത്തനി ലംബി ഹെ. വിപരീതമായിട്ടുള്ള ഏണിപ്പടി അത് എത്ര നീളമുള്ളതാണ്? അഭി തക് ജോ പുരുഷാർത്ഥ കിയ ഹെ ഉസ്മേ സമജ്തേ ഹോ കി പൂരി ഹി സീഡി ഉത്തരേ ഹെ. ഇതുവരെ നിങ്ങൾ ചെയ്ത പുരുഷാർത്ഥത്തിലൂടെ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? അതായത് ഞാൻ കയറിപ്പോയ എല്ലാ ചുവടുകളും, അതായത് ഏണിപ്പടി വിപരീതമായിട്ടുള്ളതിൽ ഞാൻ അങ്ങേയറ്റം കയറിപ്പോയി, അതിൽ നിന്നെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും താഴെ ഇറങ്ങി എൻ്റെ പുരുഷാർത്ഥത്തിലൂടെ
ഇതുവരെ ചെയ്ത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. കി കുച്ച് അഭി തക്ക് ഉത്തർ രഹേ ഹോ, അതോ ഇപ്പോഴും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളോ? അതായത് ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ചോദിക്കുകയാണ്. ഈ കുടുംബം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ കുടുംബ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമാകുന്നതിന് കുറച്ച് സമയമെടുക്കും. നന്നായി പുരുഷാർത്ഥം ചെയ്തെങ്കിൽ മാത്രമേ ആ ഏണിപ്പടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും താഴോട്ടിറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ബാബ കുട്ടികളെ വിളിച്ചിട്ട്, അധർകുമാരന്മാരെ പ്രത്യേകിച്ചും ഗൃഹസ്ഥികളെ വിളിച്ചിട്ട് ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ ചെയ്ത പുരുഷാർത്ഥത്തിൽ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് ഞാൻ എൻ്റെ ഈ ഏണിപ്പടി, അതായത് ഞാൻ ഏതിലാണോ ഗൃഹസ്ഥിയായിട്ട് ഞാൻ കയറിപ്പോയത് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ ഭാരത്തിൽ നിന്ന് ഞാൻ മുക്തമായോ? എല്ലാ പടികളും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു, അതോ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. പൂരി ജബ് ഉത്തർ ജായെങ്കി തോ ഫിർ ചടിനെ മേ ദേരി നഹി ലഗേങ്കി. പൂർണ്ണമായിട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറുന്നതിന് വൈകുകയില്ല. എപ്പോഴാണോ നമ്മൾ പൂർണ്ണമായിട്ടും താഴോട്ട് ഇറങ്ങിക്കഴിയുന്നത് അപ്പോൾ പിന്നെ കയറ്റം കയറുന്നതിന് പ്രയാസം ഉണ്ടാകില്ല. ലേക്കിൻ ഉത്തർത്തെ ഉത്തർത്തെ കഹാൻ ന കഹാം ടഹർ ജാത്തേ ഹോ. അപ്പോൾ ബാബു പറയുകയാണ്, താഴോട്ട് ഇറങ്ങി ഇറങ്ങി ചിലപ്പോൾ അങ്ങ് നിന്നു പോകുന്നുണ്ട്. ഏണിപ്പടി, കയറിപ്പോയ ഏണിപ്പടി, അതിൽ ഇറങ്ങി ഇറങ്ങി പതുക്കെ താഴോട്ട് വന്ന് വന്ന് ഇടയ്ക്ക് അങ്ങ് നിന്നു പോകുന്നുണ്ട്. तो अब समझा किस ലക്ഷ്യ സേ ബുലായ ഹെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് ബാബ നിങ്ങളെ വിളിപ്പിച്ചത്? 63 ജന്മോ മേ ജോ കുച്ച് ഉൽട്ടി സീഡി ചടേ ഹോ വഹ് പൂരി ഹി ഉത്തർനി പടേ. 63 ജന്മമായിട്ട് ഏതെല്ലാം വിപരീതമായിട്ടുള്ള പടികളാണോ നിങ്ങൾ ചവിട്ടി കയറിയത് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും താഴോട്ട് ഇറങ്ങേണ്ടി വരും. 63 ജന്മത്തെ, ആ ജന്മങ്ങളിലെ എല്ലാ ചുവടുകളും എല്ലാം നിങ്ങൾ വെച്ചിട്ടുള്ളത് വിപരീതമായ രീതിയിലാണ്. അപ്പോൾ ആ പടികളെല്ലാം തന്നെ നിങ്ങൾ താഴോട്ട് ഇറങ്ങേണ്ടി വരും എന്ന് ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫിർ ചടനാ ഭി, പിന്നെ കയറുകയും വേണം. ഉത്തർന സഹജ് ഹെ വ ചടന സഹജ് ഹെ. ഇറങ്ങുന്നതാണോ എളുപ്പം അതോ കയറുന്നതാണോ എളുപ്പം? ഉത്തർന സഹജ് ഹെ വ ഉത്തർന ഭി മുഷ്കിൽ ഹെ. ഇറങ്ങുന്നത് എളുപ്പമായി തോന്നുന്നുണ്ടോ അതോ ഇറങ്ങുന്നതും നിങ്ങൾക്ക് പ്രയാസമായി തോന്നുകയാണോ? അഭി ആപ് ജോ പുരുഷാർത്ഥ് കർ രഹേ ഹോ വഹ് ഉത്തർ കർ ചടനെ കാ കർ രഹേ ഹോ. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷാർത്ഥം അത് താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കയറുന്നതിനുള്ള പുരുഷാർത്ഥമാണ്. അതായത് ഏണിപ്പടി ഏതാണോ ഗൃഹസ്ഥികൾ കയറിയത് ആ കയറ്റത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ ബാബ പറയുന്ന ജ്ഞാനമനുസരിച്ച് കയറുകയാണ് വേണ്ടത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷാർത്ഥം ആദ്യം ഇറങ്ങുന്നതിൻ്റെയാണ്, പിന്നെ കയറുന്നതിൻ്റെയാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. വാ സിർഫ് ചടനെ കാ കർ രഹേ ഹോ, അതോ വെറും കയറുന്നതിൻ്റെ മാത്രം പുരുഷാർത്ഥമാണോ ചെയ്യുന്നത്? കുച്ച് മിഠാ രഹേ ഹോ കുച്ച് ബനാ രഹേ ഹോ. കുറച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോനോ കാം ചൽത്താ ഹേ നാ. രണ്ട് കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആപ്കോ മാലൂം ഹേ ലാസ്റ്റ് സീഡി കോൻസി ഉത്തർനി ഹെ. നിങ്ങൾക്കറിയാമോ ലാസ്റ്റ് സീഡി, ലാസ്റ്റ് പടി ഏതാണ് ഇറങ്ങേണ്ടത്? ഇസ് ദേഹ് കെ ഭാൻ കോ ചോട് ദേനാ ഹെ. ഈ ദേഹത്തിൻ്റെ ബോധത്തെ ഉപേക്ഷിക്കണം. ജൈസെ കോയി ശരീർ കെ വസ്ത്ര ഉത്താർത്തേ ഹോ തോ കിത്തന സഹേജ് ഉത്താർത്തേ ഹോ. ബാബ ചോദിക്കുകയാണ്, ശരീരത്തിൻ്റെ വസ്ത്രം, ഡ്രസ്സ് നമ്മൾ മാറ്റുമ്പോൾ അതെത്ര എളുപ്പത്തിലാണ് മാറ്റാറുള്ളത്? വൈസേ ഹി യേ ശരീർ രൂപി വസ്ത്ര ഭി സഹജ് ഉത്താർ സകോ और സഹജ് ഹി സമയ പർ ധാരൺ കർ സകോ. അതേപോലെ ശരീരമാകുന്ന വസ്ത്രവും വളരെ എളുപ്പത്തിൽ മാറ്റുകയും വളരെ സഹജമായി തന്നെ സമയത്ത് ധാരണ ചെയ്യാനും കഴിയണം. ഏതുപോലെ
ശരീരത്തിൻ്റെ വസ്ത്രം, സ്ഥൂലമായ ഡ്രസ്സ് മാറ്റുന്നതും ധരിക്കുന്നതും എത്രമാത്രം എളുപ്പമാണോ അതേപോലെ തന്നെ ആത്മാവിൻ്റെ ഈ വസ്ത്രം, ശരീരം മാറ്റുന്നതും അതേപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ അതിനെ ധാരണം ചെയ്യുന്നതും അത്ര തന്നെ എളുപ്പമാകുന്നുണ്ടോ, സഹജമായി തോന്നുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. സബ്കോ യഹ് അഭ്യാസ് പൂർണ്ണ രീതി സേ സീഖ്ന ഹൈ. എല്ലാവർക്കും ഈ അഭ്യാസം വളരെ നന്നായി പഠിക്കണം, നന്നായിട്ടിത് അഭ്യസിക്കണം എല്ലാ കുട്ടികളും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ലേക്കിൻ कोई कोई का यह देहाभिमान क्यों नहीं टूटता है, यह देह का चोला क्यों सहज नहीं उतरता है. എന്നാൽ ചിലരുടെ ഈ ദേഹാഭിമാനം എന്തുകൊണ്ടാണ് പെട്ടെന്നില്ലാതാകാത്തത്? ഈ ദേഹത്തിൻ്റെ ഈ വസ്ത്രം എന്തുകൊണ്ട് സഹജമായിട്ട് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല? किसका वस्त्र तंग टाइट होता है तो उतार नहीं सकते. അപ്പോൾ ബാബറെ സാധാരണ തന്നെ ഇടുന്ന വസ്ത്രം വളരെ ടൈറ്റാണെങ്കിൽ അത് മാറ്റുന്നതിനും പ്രയാസമാണല്ലോ. യഹ് ബി ഐസേ ഹി ഹേ, ഇതും അതേപോലെ തന്നെയാണ്. ഏതുപോലെ സ്ഥൂലമായ വസ്ത്രം ടൈറ്റാണെങ്കിൽ വിചാരിക്കുന്നത്രയും രീതിയിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ അത് മാറ്റാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ ശരീരമാകുന്ന വസ്ത്രവും ടൈറ്റായിട്ടിരിക്കുകയാണ് അർത്ഥം. ആത്മാവിനോട് അത്ര ഒട്ടിയിരിക്കുകയാണെങ്കിൽ അത് മാറ്റാനും അത്രയും തന്നെ പ്രയാസമുണ്ട് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ബാബ നമ്മളെ ഈ അഭ്യാസം അഭ്യസിപ്പിക്കുകയാണ്. അതായത് ഏതുപോലെ സ്ഥൂലമായിട്ടുള്ള വസ്ത്രം മാറ്റുന്നത് നമുക്ക് എളുപ്പവുമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ആത്മാവിൻ്റെ വസ്ത്രമായി ശരീരത്തെയും വളരെ സഹജമായിട്ട് മാറ്റാനും ആവശ്യത്തിന് ധാരണ ചെയ്യാനും ഉള്ള പ്രാക്ടീസ് നിരന്തരം നമ്മൾ ഓരോരുത്തരും ചെയ്യണം എന്ന് ബാബ ഉപദേശിക്കുകയാണ്.